രേഖ രതീഷ് ഇന്നലെ ഇട്ട വീഡിയോ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ചില ന്യൂസ് ചാനലിലും ഒക്കെ തന്നെ ആ വാർത്ത ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം അവർ പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു. നമ്മൾ വ്യക്തമായിട്ട് കേട്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ, അതായത് ആ വീഡിയോ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നൊക്കെ ആയപ്പോഴത്തേക്കും പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതാണ് ഇതാണെന്നൊക്കെ നമുക്കറിയാം. എന്തൊരു കാര്യം ഉണ്ടായാലും അതിനെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒക്കെ തന്നെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോ ഈ പറയുന്ന രീതിയിൽ രേഖ രതീഷിനെതിരെ പലതരത്തിലുമുള്ള അഭിപ്രായങ്ങളും ഒക്കെ തന്നെ പലരും പറയുന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം, അതായത് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ എന്ത് തന്നെ ആയാലും അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ തീരുമാനമാണ് എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വിവാഹത്തെ കുറിച്ചൊക്കെയാണ് രേഖയ്ക്കെതിരെ കുറേയധികം കാര്യങ്ങൾ വന്നതെന്ന് പറയുന്നത്. അത് മാത്രമല്ല, രേഖ ഒരു വീഡിയോ ഇന്നലെ ഇട്ടതല്ലാതെ തന്നെ അതിന് മുന്നേ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. അതായത് അവരൊരു പുതിയ തുടക്കത്തിലേക്ക് പോവുകയാണ്. ആ തുടക്കം എന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ അധികം വൈകാതെ തന്നെ പറയും എന്നുള്ള തരത്തിലാണ് അവർ ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ അവരോടൊപ്പം ഒരാൾ കൂടി ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കാണ് പലരും അതിനെ വേറൊരു തരത്തിലോട്ട് ആക്കിയിട്ട് ഒരു 5ാം വിവാഹത്തിലേക്ക് പോകുന്നു, അതാണ് ഇതാണ് മറ്റതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ചർച്ചയായി. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം ഇവരെന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഒരു പുതിയൊരു തുടക്കമെന്ന് ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് അവർ പുതിയൊരു സംരംഭം തുടങ്ങാനായി പോവുകയായിരുന്നു. അതായത് ഓൺലൈനായിട്ടൊരു സംരംഭം. തുണിത്തരങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലൊരു കാര്യം ഇപ്പോൾ രേഖ രതീഷ് തുടങ്ങി വയ്ക്കുകയായിരുന്നു. അതിന്റെ ഒരു കാര്യമായിരുന്നു അവർ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പുതിയൊരു തുടക്കം എന്നുള്ള തരത്തിൽ പറഞ്ഞത്. അത് വന്നതിന് ശേഷം പിന്നെ അത് വേറൊരു തരത്തിലോട്ടായി, വേറൊരു തരത്തിലുള്ള ചർച്ചയായി മാറി. അങ്ങനെയാണ് അത് ഒരു വിവാഹം എന്നുള്ള തരത്തിലേക്ക്, വേറൊരു രീതിയിലേക്ക് അത് മാറ്റം വന്നതെന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പോവുകയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് എന്ന് അറിയുന്നതിന് മുന്നേ തന്നെ കലമുടയ്ക്കുന്ന തരത്തിലായിരുന്നു കുറേ പേര് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോഴത്തേക്കും, എന്തെങ്കിലും ഒരു കോണ്ടന്റ് കിട്ടുമ്പോഴത്തേക്കും അത് എന്താണെന്നോ ചക്കയാണെന്നോ മാങ്ങയാണെന്നോ ഒന്നും ചകയാതെ ഇന്നതാണ് സാധനം എന്നങ്ങ് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ അത് അവർക്കൊരു കോണ്ടന്റ് ആണ്. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ പിന്നെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചർച്ചാ വിഷയമായി ഈ പറയുന്ന രീതിയിൽ വലിയ തോതിൽ വിവാഹം കഴിക്കാൻ പോകും, 5ാം വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരാനിടയായി. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കാം രേഖ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ഇന്നലെ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെ ആയാലും അത് അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇവരിപ്പോൾ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പച്ചക്ക് ഇന്ന രീതിയിൽ പറഞ്ഞു, ഇന്ന രീതിയിൽ പബ്ലിക്കായിട്ട് റിവീൽ ചെയ്തു, ഞാനിങ്ങനെ വിവാഹം കഴിക്കാൻ പോകുന്നു, അത് ഓക്കെ. പക്ഷെ ഇത് അങ്ങനെ തന്നെ ഒന്നും സംഭവിക്കാതെ മറ്റൊരു വിഷയത്തിന്മേൽ അവർ പറഞ്ഞ ഒരു കാര്യം ഈ ഒരു തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ആക്കിയത് അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരിനിയിപ്പോ എത്ര വിവാഹം കഴിച്ചാലും അത് അവരുടെ ഇഷ്ടമല്ലേ. അതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ആർക്കുമില്ല. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രേഖ രതീഷ് അതിനുള്ളിൽ പറഞ്ഞ കാര്യമാണ്. കാരണം ഇപ്പോൾ രേഖ രതീഷിന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ആരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നതിന് പകരം അത് ഇന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്ന യൂട്യൂബേഴ്സ് ആണ് എന്നത് എടുത്തു പറയേണ്ടിയിരുന്നത് ഒരു ആവശ്യകതയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് രേഖ രതീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാ യൂട്യൂബേഴ്സിനെയും ഒരുമിച്ച് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രേഖയുടെ ഈ ഇഷ്യൂ കാരണം ഇപ്പൊ ചിലരൊക്കെ തന്നെ കമന്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ എല്ലാ യൂട്യൂബേഴ്സിനെയും അത് ചെയ്യണം, ഇത് ചെയ്യണം, കാരണം പലരെയും കുറിച്ച് പലതും പറയുന്നു, ഇന്നത് പറയുന്നു, മറ്റത് പറയുന്നു എന്ന് പറഞ്ഞൊക്കെ തന്നെ കുറേ കമന്റുകൾ പല വീഡിയോസിന് താഴെയും കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരേ ക്ലാസ് നമുക്ക് തൂക്കാൻ പറ്റത്തില്ല. കാരണം റീച്ചിന് വേണ്ടിയിട്ട് പല രീതിയിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന കുറേയധികം ആൾക്കാർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. പബ്ലിക്കായിട്ട് തന്നെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പലതരത്തിൽ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ, കോമാളിത്തരങ്ങൾ അതിരി കടന്ന രീതിയിൽ ചെയ്യുന്നവർ ഉണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ തുറന്നു കാട്ടുന്നതും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവർ പബ്ലിക്കായിട്ട് വന്ന് ഓരോ കോമാളിത്തരങ്ങൾ കാണിക്കുകയാണ്. പബ്ലിക്കിനെ തന്നെ വെറുപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ തുറന്നു കാണിക്കുന്നത് തെറ്റായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അവരത് അർഹിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരേ ക്ലാസ് തൂക്കാൻ പറ്റത്തില്ല. ഇപ്പൊ രേഖയ്ക്ക് ഇവിടെ സംഭവിച്ച കാര്യം അതിന് എന്ത് തന്നെ ആയാലും അവർ പബ്ലിക്കായിട്ട് ആ ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യം അവർ പബ്ലിക്കിന്റെ മുന്നിൽ ആവശ്യമില്ലാത്ത രീതിയിൽ ഇട്ടുകൊടുത്തിട്ടില്ല. അത് അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ, കാര്യങ്ങൾ. അവരിനി എന്തോ ആയിക്കോട്ടെ, അവർ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യം. അതിനെ വളച്ചൊടിച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ അതൊരു ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമില്ല. അത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, അവർ ചെയ്ത മറ്റൊരു കാര്യത്തിലാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് അവരൊരു സംരംഭം തുടങ്ങുന്ന ഒരു കാര്യം അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടു, അത് തുടർന്നും അത് എന്താണ് എന്ന് അവർ റിവീൽ ചെയ്തു. അപ്പൊ അതിന് മുന്നേ തന്നെ അവർ ആ ഒരു വീഡിയോ ചെയ്തത് വെച്ചുകൊണ്ട് അവർ ഇനിയിപ്പോൾ അടുത്ത വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന മട്ടിൽ കുറെ പേരങ്ങ് പറഞ്ഞുണ്ടാക്കി.
അതിനെയാണ് എനിക്ക് ശരിയല്ല എന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ ഉടൻ തന്നെ അതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് അത് ആ ഒരു തരത്തിൽ വീഡിയോ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പകരം അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും തരത്തിൽ പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറയുകയോ എടുക്കുകയോ ചെയ്തെങ്കിൽ ആ ഒരു തരത്തിൽ സമ്മതിക്കാം. പക്ഷെ ഇവിടെ അവർ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ എടുത്തിട്ടാണ് അത് ഇന്നതാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആഘോഷമാക്കിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം വേണം, എല്ലാ ആവശ്യത്തിനെല്ലാം വേണ്ടത് കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിപ്പോൾ ഈ പറയുന്ന രീതിയിൽ യൂട്യൂബേഴ്സ് ചെയ്യുന്ന വീഡിയോസ് ആയാലും മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായപ്പെടുന്ന കാര്യങ്ങളായാലും എല്ലാം ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, ഒന്നും അനാവശ്യമായിട്ടുള്ള കാര്യം. പക്ഷെ അത് അതിര് കടന്ന് വേറൊരു തരത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവം എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് വരണം. അല്ലാതെ അറ്റവും മൂല്യം വെച്ചിട്ട് നമുക്ക് ഊഹിച്ചുകൊണ്ട് പറയുമ്പോഴും ചെയ്യുമ്പോഴത്തേക്കുമാണ് അവിടെ തെറ്റുപറ്റുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശരിക്കും തെറ്റിദ്ധാരണകൾ പലതരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതോടുകൂടി തന്നെ അവസാനിക്കട്ടെ. പബ്ലിക്കായിട്ട് അവർ പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായിട്ട് അത് വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു തരത്തിലേക്ക് പറയേണ്ട ആവശ്യം ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം.